അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും പല പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണല്ലേ? ഇപ്പോൾ എൻ്റെ പ്രയാസങ്ങളല്ല, നിങ്ങളിൽ ഓരോരുത്തർക്കും എല്ലാവർക്കും അവരവരുടേതായ പല പല പ്രയാസങ്ങളുള്ളവരാണ്. ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയാത്തതായിട്ട് മനസ്സിൽ ഒതുക്കി പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്നവർ ഉണ്ട് അല്ലേ? ഇനി അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ എല്ലാം നമ്മൾക്ക് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ അത് നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. എങ്കിൽ നമ്മുടെ പകുതി ഭാരം, പകുതിയല്ല മുക്കാൽ ഭാരവും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതാണ്. നമ്മൾ അള്ളാഹുവിൽ എന്ത് നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നല്ല ഹൈറും ബർക്കത്തും ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, ഇനി എത്ര വലിയ കടക്കിണിയിൽപ്പെട്ടവരാണെങ്കിലും കണക്കിന് ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന ഈ ചെറിയ സ്വലാത്ത് നിങ്ങൾ നേർച്ച വെച്ച് ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രയാസങ്ങളും തന്നെ ഉണ്ടാവുകയില്ല. സ്വലാത്ത് ഏതാണെന്ന് വെച്ചാൽ ഫാത്തിമിയ സ്വലാത്ത്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്വലാത്തായിരിക്കും ഫാത്തിമിയ സ്വലാത്ത്. ഞാൻ ഏതാണെന്ന് സ്ക്രീനിൽ കൊടുത്തേക്കാം. ഈ ഫാത്തിമിയ സലാത്ത് നമ്മൾ ചെല്ലുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രതിസന്ധികളും എന്ത് ബുദ്ധിമുട്ടുകളും അത് ഹൈറായിട്ടുള്ളത് ആണ് എങ്കിൽ അതെല്ലാം നീങ്ങി കിട്ടുന്നതാണ്. ഈ സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ ഒരു സ്വലാത്തിനെ മുറുകെ പിടിക്കുക. ഹൈറായിട്ടുള്ളത് ആണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് നീങ്ങി കിട്ടുന്നതാണ്. കടങ്ങൾ വീടാനുള്ള വഴികൾ അള്ളാഹു തആല നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ നമസ്കാര ശേഷവും ഫാത്തിമിയ സലാത്ത് ഒരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യം ആണ് എങ്കിൽ ഖളാ ആയിട്ട് നിസ്കരിക്കുക. അല്ലാതെ നിങ്ങൾ നമസ്കാരം മനഃപൂർവ്വം മുടക്കാതെ ഇരിക്കുക. കാരണം അല്ലാഹു തആലാക്കല്ലാതെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ വേറെ ആർക്കും കഴിയില്ല. അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അല്ലാഹു തആലയെ നിങ്ങൾ മുറുകെ പിടിക്കുക. നമസ്കാരം ഒന്നും ഖളാ ആക്കാതെ ഇരിക്കുക. ദുആയേക്കാൾ നമ്മുടെ എന്ത് പ്രശ്നങ്ങളും ദുആ കൊണ്ട് നമുക്ക് തട്ടി നീക്കാവുന്നതാണ്. വിധിയെ പോലും തടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ദുആകൾക്ക്. നമ്മൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഈ ഫാത്തിമിയ സ്വലാത്തുകളൊക്കെ എല്ലാ നമസ്കാര ശേഷവും അധികരിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് എത്ര പറ്റുന്നോ അത്രയും നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് എത്ര ഒരു ലക്ഷ്യമോ എത്രയാണോ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാനൊരു കണക്ക് പറയുന്നില്ല. അവരവരെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും നിങ്ങൾ എണ്ണം വെച്ച് നിയത്താക്കി ചൊല്ലുക. ഇന്ന് മുതൽ ചൊല്ലി തുടങ്ങുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബർക്കത്ത് കൊണ്ട് മാറി കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സ്വലാത്തിനെ മുറുകെ പിടിക്കുക. അല്ലാഹുവിന് വേണ്ടി അല്ലാഹു തആലയിലേക്ക് നിങ്ങൾ മടങ്ങുക. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമ്മുടെ ആഗ്രഹമാണ് കിട്ടേണ്ടത്. അല്ലാതെ മറ്റാർക്കുമല്ല. അല്ലാഹുവിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരു ദൃഢമായ വിശ്വാസം എടുക്കുക. അല്ലാഹുവിനല്ലാതെ എൻ്റെ ആഗ്രഹം, എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ആർക്കും മാറ്റാൻ കഴിയില്ല. അല്ലാഹുവിനോട് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇത് ചെല്ലാൻ തുടങ്ങുക. നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം കിട്ടും. നമ്മൾ എന്ത് ചെല്ലുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം തുടങ്ങുക. ഞാൻ ഈ പറയുന്ന ഈ ഫാത്തിമിയ സ്വലാത്ത് ആദ്യം 11 സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ.